ഓൾ ഓഫ് യു ടു അവർ ചാനൽ അയ്യപ്പടി ടെക് ടെക്നിക്കൽ റിലേറ്റഡ് വീഡിയോസാണ് ഞങ്ങൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ ഡിവൈസസ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമൊബൈൽ. ദാറ്റ് ഈസ് ട്രബിൾ ഷൂട്ടിംഗ്, ദാറ്റ് ഈസ് റീപ്ലേസിംഗ് ദ പാർട്സ് ഓഫ് ദ ഡിവൈസസ്, അപ്ഗ്രേഡിംഗ് ദ പാർട്സ് ഓഫ് ദ ഡിവൈസസ്, rectifying the parts of the devices, replacing the parts of the device. ഇതിനോട് കണക്റ്റായിട്ട് വീഡിയോസ് ആയിട്ടുള്ള ആണ് ഞങ്ങൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരിക്കും. വാച്ച് ചെയ്യുക. ടെൽ യു വൺ എക്സാമ്പിൾ ഹൗ വി ക്യാൻ റീപ്ലേസ് ദ കീബോർഡ് ഓഫ് ദ ലാപ്ടോപ്പ്. കീബോർഡ് കറപ്റ്റഡായി, ഡാമേജ്ഡായി, നമുക്ക് എങ്ങനെ അത് റിമൂവ് ചെയ്തിട്ട് പുതിയ കീബോർഡ് ഫിക്സ് ചെയ്യാൻ പറ്റും. അതുപോലെ മോണിറ്ററിൻ്റെ സ്ക്രീൻ കറപ്റ്റഡായി, അപ്പോൾ അങ്ങനെ പുതിയ സ്ക്രീൻ ഫിക്സ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ദിസ് റിലേറ്റഡ് വീഡിയോസാണ് ഞങ്ങൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. നോട്ട് ഓൺലി കമ്പ്യൂട്ടർ, ഓൾ അതർ ഡിവൈസസ്. ഓക്കെ, അപ്പോൾ അത് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആണ്. നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും, ഞങ്ങൾക്ക് ഷുവറാണ്. അപ്പോൾ നിങ്ങളത് വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ടു ഗെറ്റ് ദ മോർ നോട്ടിഫിക്കേഷൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യണം. ഓക്കെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ കീബോർഡ് എങ്ങനെയാണ് കേടായെന്ന് അറിയാൻ പറ്റും. അത് കുറച്ച് വാർണിംഗ് സൈൻസ് ഉണ്ട്. ലാപ്ടോപ്പിൻ്റെ കീബോർഡ് കേടായാൽ ഫസ്റ്റ് കീസ് ആർ നോട്ട് വർക്കിംഗ് പ്രോപ്പർലി. സെക്കൻഡ് വൺ, കീസ് റിപ്പീറ്റഡ് ഇറ്റ് സെൽഫ്. ഓക്കെ, പിന്നെ കീസ് പ്രസ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് സൗണ്ട് കേൾക്കാൻ പറ്റും. പിന്നെ കീസ് ആർ ജാംഡ് ഓർ സ്റ്റക്ക്. ഓക്കെ, ചിലപ്പോൾ സ്ക്രീൻ സ്റ്റക്കായിട്ട് നിൽക്കും, മൗസ് അനങ്ങാതെ നിൽക്കും, അല്ലെങ്കിൽ സ്ക്രീൻ സ്ക്രോളിങ്. ദീസ് ആർ ദ സൈൻസ് ഓഫ് ഫെയിലിയർ ഓഫ് കീബോർഡ്. ഇപ്പോൾ കീബോർഡ്, നമ്മുടെ ലാപ്ടോപ്പിൻ്റെ കീബോർഡ് കേടാണെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വാർണിംഗ് സൈൻസ് ഒക്കെ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഫസ്റ്റ് കീസ് ആർ നോട്ട് വർക്കിംഗ്, ദെൻ കീസ് റിപ്പീറ്റഡ് ഇറ്റ് സെൽഫ്, ദെൻ കീസ് കം ഔട്ട് വിത്ത് എ ഡിഫറെൻറ്റ് സൗണ്ട്, ഡിഫറെൻറ്റ് ഔട്ട്പുട്ട്, ദെൻ കീസ് ആർ ജാംഡ് ഓർ സ്റ്റക്ക്. ഓക്കെ, ഈ രീതിയിലൊക്കെ നമുക്ക് കീബോർഡ് ഫെയിലിയർ ആണെന്ന് അറിയാൻ പറ്റും. അല്ലെങ്കിൽ സ്ക്രീനിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും, മൗസ് അനങ്ങാതെ നിൽക്കും. ഇതെല്ലാം ഇതിൻ്റെ സൈൻസാണ് കീബോർഡ് ഫെയിലിയർ ആണെന്ന് കാണിക്കാൻ. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് റീപ്ലേസ് ചെയ്യും, എങ്ങനെ ഈ കീബോർഡ് മാറ്റി പുതിയൊരു കീബോർഡ് നമ്മൾ ഫിക്സ് ചെയ്യും. അപ്പോൾ അതിനുള്ള സ്റ്റെപ്സാണ് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത്. എങ്ങനെ ഹൗ ടു റീപ്ലേസ് ദ കീബോർഡ്. അപ്പോഴും നമ്മൾ കീബോർഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കണം, കീബോർഡ് എന്നല്ല ലാപ്ടോപ്പിൽ എന്ത് കാര്യങ്ങളും നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ലാപ്പിൻ്റെ ബാറ്ററി റിമൂവ് ചെയ്യണം. അത് ബാക്കിലാണ് ആ ബാറ്ററി മാറ്റുന്ന പ്ലേസ്, അത് റിമൂവ് ചെയ്തിടണം. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ ലാപ്പിൻ്റെ ബാറ്ററി അഴിച്ചു മാറ്റണതും അല്ലെങ്കിൽ കീബോർഡ് എങ്ങനെയാണ് റിമൂവ് ചെയ്യണതും എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇപ്പോൾ സാറ് കാണിച്ചു തരും. അപ്പോൾ അതിൽ ഈ ലാപ്പിൽ കുറേ സ്ക്രൂസ് ഉണ്ട്. നമ്മൾ സാധാരണ ഡെസ്ക്ടോപ്പ് വരുന്ന പോലെ ഫ്രീ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ആദ്യം എവിടെയൊക്കെയാണ് അതിൻ്റെ സ്ക്രൂവിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുക, എന്നിട്ട് ആ സ്ക്രൂ ഊരി സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് അത് വെരി സ്ലോലി ചെയ്യണം. എന്ന് വെച്ചാൽ ചെറിയ ചെറിയ പാർട്സാണ്, അപ്പോൾ അത് ചിലപ്പോൾ കട്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എപ്പോഴും വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ലാപ്പിൻ്റെ ബാറ്ററി കീബോർഡെല്ലാം റിമൂവ് ചെയ്യണത്. ഓക്കെ, ബാറ്ററി ഊരിപ്പോരും, ഊരി മാറ്റിയിട്ട് സൂക്ഷിച്ച് വയ്ക്കുക. പിന്നെ ഈ പോർഷൻ ഇതാണ് നമ്മൾ കഴിക്കുന്നത്. എല്ലാ കീബോർഡും ഈ മെത്തേഡിൽ തന്നെ കഴിക്കാം. ബാക്കിലെ പ്ലേറ്റ് ആദ്യം കഴിക്കണം. സ്ലൈഡ് ചെയ്തിട്ട് ആ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ അത് കെയർഫുള്ളായിട്ട് വെക്കണം കേട്ടോ. അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി കീബോർഡിൻ്റെ സ്ക്രൂ എവിടെയാണ് നോക്കണം അല്ലേ. ഇത് വൈഫൈ, ഇത് റാം, ഇത് HD ഹാർഡ് ഡിസ്ക്, ഇതിൻ്റെ പ്രോസസ്സർ, ഫാൻ. ഇത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തുടരണ്ട. ഇപ്പോൾ എൻ്റെ കീബോർഡിൻ്റെ സിമ്പിൾ ഉണ്ടാവും അല്ലേ, കീബോർഡിൻ്റെ ഇവിടെ കീബോർഡിൻ്റെ സിമ്പിൾ ഉണ്ട് കണ്ടോ. ഷോമി വെരി സ്റ്റാർട്ട്. അതെ അതെ കണ്ടോ, ടച്ച് ചെയ്യും. ഓക്കെ ഓക്കെ, അതാണ് കീബോർഡിൻ്റെ സ്ക്രൂ. കാണില്ല, ആ സ്ക്രൂ റിമൂവ് ചെയ്യുക. ഇപ്പോൾ ഏത് കമ്പ്യൂട്ടർ ആയാലും നിങ്ങൾ ആദ്യം ഇങ്ങനെ ബാക്ക് ഓപ്പൺ ആക്കിയിട്ട് കീബോർഡിൻ്റെ കണക്റ്റായിട്ടൊരു സ്ക്രൂ കാണും, അത് അഴിക്കുക.
അവിടെ കീബോർഡിൻ്റെ ഒരു സിമ്പിൾ ഉണ്ടാവും. അതും അതിൻ്റെ സ്ക്രൂ ആണ്. ഇനി ഏതെങ്കിലും ഒരു സ്ക്രൂ സൂക്ഷിച്ച് വെക്കിട്ടോ. വീട്ടിലൊക്കെ സെൽഫായിട്ട് ചെയ്യുമ്പോഴേ സ്ക്രൂ ഇത് എല്ലാം ഒരു ചെറിയ ബോക്സിലിട്ട് വെക്കണം. പിന്നെ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഒരു സ്ലോലി എടുക്കണം വെച്ചാൽ ലാപ്പിൻ്റെ കീബോർഡ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റാണത്. നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ കീബോർഡ് പോലെയല്ല, പെട്ടെന്ന് ഡാമേജ് ഉണ്ടാവും, കറക്റ്റ് ഇടാവും. കീസൊക്കെ പെട്ടെന്ന് ഇതുണ്ട്. ഇവിടെ കീബോർഡിന് ഒരു റിബൺ ഉണ്ട്. ആ റിബൺ ലാപ്പിൽ കണക്ട് ചെയ്തേക്കാണ്. അത് ഊരാ. ഇവിടെ കണക്ടർ, അതാണ് കണക്ടർ. ആ കണക്ടറിൽ നിന്ന് ആ കണക്ടറിൽ നിന്ന് നമ്മുടെ കീബോർഡിൻ്റെ റിബൺ റിമൂവ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ആ ഓൾഡ് കീബോർഡ് അഴിക്കാനായിട്ട്. ഉണ്ടോ? എന്നിട്ട് ആ മോഡലിലുള്ള പുതിയ കീബോർഡ് വാങ്ങിച്ചിട്ട് നമ്മൾ കീബോർഡ് അതേപോലെ തന്നെ ഫിക്സ് ചെയ്യണം. പ്രസ് ചെയ്യുക. അത് അതിനുള്ള വെച്ചിട്ട് പ്രസ് ചെയ്യുക. അത്രേ ഉള്ളൂ. പിന്നെ അതേപോലെ ഇതിപ്പോൾ ഇതേപോലത്തെ പ്ലാസ്റ്റിക് സ്ട്രൈക്കർ ഉണ്ട്. കണ്ടോ? പ്ലാസ്റ്റിക് സ്ട്രൈക്കർ. ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് അത് ഓപ്പൺ ആക്കാൻ പറ്റുന്ന കണ്ടോ എന്തെങ്കിലും എടുത്തിട്ട് ബ്ലാക്ക് പോർഷൻ മുകളിലിട്ട് അതെങ്ങനെയാണ് അത് ഫിക്സ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അതിങ്ങനെ ഇത് ഇവിടെ വെച്ചിട്ട് അത് പ്രസ് ചെയ്യുമ്പോൾ ലോക്ക് ആയിക്കോളും. സൂക്ഷിച്ച് ബിഗിനേഴ്സ് എല്ലാം അത് സൂക്ഷിച്ച് ചെയ്യണേ. പതുക്കെ ശേഷം ഈ ബ്ലാക്ക് ചെക്ക് ചെയ്താൽ മതി. ഇത് കറക്റ്റായിട്ട് വെച്ചിട്ട് പ്രസ് ചെയ്യണം. അല്ലെങ്കിൽ ചില കീസ് വർക്ക് ഒരു സൗണ്ട് വരും കറക്റ്റായിട്ട് വെച്ച് പ്രസ് ചെയ്തിട്ട്. ഓക്കെ, എന്നിട്ട് അഴിക്കാൻ അത് അപ്പാക്കുക, വെക്കുക. പുതിയ കീബോർഡ് വെക്കുക. ഇത് പുതിയ കീബോർഡ് വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ കണക്ട് ചെയ്യുക. ഇതിൻ്റെ ഈ ഭാഗം ആദ്യം ഇവിടെ വെച്ചിട്ട് പ്രസ് ചെയ്യുക. ഇറ്റ്സ് വെരി ഈസി. പ്രസ് ചെയ്തതിന് ശേഷം ഓൺ ആക്കണം. പ്രസ് ചെയ്തതിന് നമ്മൾ ഫസ്റ്റ് ബാക്കിൽ നിന്ന് ഒരു സ്ക്രൂ, കീബോർഡിൻ്റെ കണക്ട് ചെയ്ത സ്ക്രൂ ഉണ്ടായിരുന്നല്ലോ, ആ സ്ക്രൂ ഫിക്സ് ചെയ്യണം. രണ്ട് സ്ക്രൂ ഉണ്ട്. രണ്ട് സ്ക്രൂ നമ്മൾ ആ കീബോർഡിൽ നിന്നുള്ള അതിൻ്റെ സിമ്പിളിൻ്റെ അടുത്തൊരു സ്ക്രൂ ഉണ്ട്, അതും തിരിച്ച് സ്ക്രൂ ചെയ്യണം. പിന്നെ വേറൊരു രണ്ട് സ്ക്രൂ ഉണ്ട്. എല്ലാ ലാപ്പും ഇങ്ങനെ ഉണ്ടാവും. HP ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ ചെയ്തത്. എല്ലാ ലാപ്ടോപ്പിനും ബാക്കിൽ ഇങ്ങനെ കീബോർഡ് കണക്ട് ചെയ്യണ സ്ക്രൂസ് ഉണ്ടാവും. ആ സ്ക്രൂസ് നമ്മൾ കണ്ടുപിടിച്ച് അത് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്തിട്ട് തിരിച്ചിട്ട് ഏതെങ്കിലും സ്ട്രൈക്കർ എടുത്തിട്ട്, പ്ലാസ്റ്റിക് സ്ട്രൈക്കർ അല്ലെങ്കിൽ അത് ഓപ്പൺ ആക്കാൻ പറ്റിയ നാരോ ആയിട്ടുള്ള എന്തെങ്കിലും പ്ലാസ്റ്റിക് എടുത്തിട്ട് പതുക്കെ സ്ലോലി ആ കീബോർഡ് ഇങ്ങനെ അപ്പാക്കി എടുക്കണം. ഇവിടെ കീബോർഡിൻ്റെ കണക്ടർ റിബൺ ആ ലാപ്പിൻ്റെ കണക്ടറിൽ നിന്ന് റിമൂവ് ചെയ്യണം. സ്ലോലി റിമൂവ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുതിയ കീബോർഡിൻ്റെ കണക്ടർ റിബൺ ആ ലാപ്പിൻ്റെ കീബോർഡിൻ്റെ കണക്ടറിലോട്ട് ഫിക്സ് ചെയ്യുക. പ്രസ് ചെയ്ത് വയ്ക്കുക. പിന്നെ തിരിച്ചിട്ട് ബാറ്ററി ഇടുക. അതുപോലെ സ്ക്രൂ എല്ലാം ആദ്യം സ്ക്രൂ എല്ലാം ഫിക്സ് ചെയ്യുക, പിന്നെ കവർ ചെയ്യുക. പിന്നെ വീണ്ടും ബാറ്ററി
തിരിച്ചിടാം. ഇങ്ങനെയാണ് കീബോർഡ് റീപ്ലേസ്മെൻറ്റ്. മെയിനായിട്ട് നമ്മൾ ലാപ്പിൽ എവിടെയെല്ലാം സ്ക്രൂസ് ഉണ്ടെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ചെറിയ സ്ക്രൂ എല്ലാം ഒരേ മെഷർമെൻറ്റ് സ്ക്രൂസ് ഒന്നും അല്ല, ചിലത് ചെറിയ വെരി സ്മോൾ ആയിരിക്കും. ഓക്കെ, അതെല്ലാം നമ്മൾ സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് അതേപോലെ ഫിക്സ് ചെയ്യുക. ഇത് ഞങ്ങളുടെ ചാനലിലിടുന്ന ഫസ്റ്റ് വീഡിയോ ആണ്, ടെക് ഹബിലിടുന്ന ഫസ്റ്റ് വീഡിയോ ആണ്. ഇനി ലോട്ട് ഓഫ് വീഡിയോസ് ഞങ്ങൾ 1 by 1 ആയിട്ട് ഇടുന്നതായിരിക്കും. എങ്ങനെയാണ് ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ ചേഞ്ച് ചെയ്യുന്നത്, ഫാൻ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ്. ചിലപ്പോൾ ഫാനിന്മേലൊക്കെ കണ്ടമാനം ഡസ്റ്റ് പിടിച്ചാലും സിസ്റ്റം സ്ലോ ആവും. അപ്പോൾ ഫാനിൻ്റെ ഡസ്റ്റൊക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്ത് റീപ്ലേസ് ചെയ്തിരുന്നത്, ഫാൻ റീപ്ലേസ് ചെയ്ത് ന്യൂ ഫാൻ റീപ്ലേസ് ചെയ്യണത്, പിന്നെ ഹാർഡ് ഡിസ്ക്, SD കാർഡ് എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ലേറ്റർ വിടുന്നതായിരിക്കും വീഡിയോ. അതുപോലെ ഡെസ്ക്ടോപ്പിലും നമുക്ക് മോണിറ്ററിൽ സ്ക്രീൻ റീപ്ലേസ് ചെയ്യാം. നമ്മുടെ പഴയ മോണിറ്ററൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്ക്രീൻ കറപ്റ്റഡ് ആയാൽ നമുക്ക് ആ സ്ക്രീൻ റീപ്ലേസ് ചെയ്തിടാൻ പറ്റും. അതെല്ലാം കാണാം. Okay, hope you learned how to replace the keyboard. If you like this video, subscribe the channel, like and share. Press the bell button to get more notifications. Okay, thank you for watching. We'll come with next video. Till then, bye.